الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള രണ്ട് പരിശുദ്ധരെ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ കാത്തു സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കണുണ്ട്. എന്നോടും നിങ്ങളെല്ലാവരുടെയും ആദ്യമായി ഞാൻ വസിയത്ത് ചെയ്യരെ, ഉത്ബോധിപ്പിക്കരെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ചെറുപ്പം മുതൽ തന്നെ പഠിച്ചു വേണ്ടതായിട്ടിക്കരെ വിഷയം നന്മയും തിന്മയും അത് അള്ളാഹുവിൽ നിന്നിട്ട് ഉള്ളതായിട്ടിക്കറ്. ഇത് ഈമാൻ കാര്യങ്ങളിൽ ആറാമതായിട്ട് ചൊന്ന വിഷയമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമാണ് നന്മയും തിന്മയും, ഒളിത്തും കെടുക്കുമെല്ലാം, ഖൈറും ഷർറുമെല്ലാം
അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകരുത്. ഇതിനെയാണ് ഖദർ ഖളായിലുള്ള വിശ്വാസം കൊണ്ട് ചൊല്ലുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിൽ 227 സ്ഥലങ്ങളിൽ ഈ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനമായതായിട്ടിക്കരെ ഒരു സംഗതിയായിട്ടിക്കറ് ഈ വിശ്വാസം കൊണ്ട് ചൊല്ലുന്നത്. ഈ വിശ്വാസം അത് പലർക്കുമുണ്ട്. വിധിയിലുള്ള വിശ്വാസം, ഒളിത്തും കിടക്കുമെല്ലാം തന്നെ അത് സൃഷ്ടികർത്തനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ളതാണ് എന്ന വിശ്വാസം അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അമുസ്ലിമീങ്ങൾക്കുമുണ്ട്. അവരുടെ ജീവിതത്തിൽ ചില വിപത്തുകൾ, ചില ദുരിതങ്ങൾ, ചില കലാമിറ്റികൾ ഒക്കെ സംഭവിക്കുമ്പോൾ അങ്ങ് ചൊല്ലുറാറ്, ഇന്നെൻ്റെ ഫെയ്റ്റായിട്ടിക്കറ്, ദിസ് ഈസ് മൈ ഫെയ്റ്റ്, ഇന്നെൻ്റെ ഫെയ്റ്റായിട്ടിക്കറ്, ഇന്നെൻ്റെ പ്രീ ഡെസ്റ്റിനേഷനായിട്ടിക്കറ്, അല്ലെങ്കിൽ ഇന്നെൻ്റെ ഹണബറായിട്ടിക്കറ് എന്നൊക്കെ മുസ്ലിമീങ്ങളല്ലാത്തവരും ഇങ്ങനെ ഈ വിധിയിൽ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഈ വിശ്വാസം അത് ഈമാനികമാകണം. ഈമാനികമാകണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഈമാനികമാകണമെങ്കിൽ കേവലം വിശ്വസിച്ചത് കൊണ്ട് മാത്രം മതിയാകുമോ? എല്ലാം അള്ളാഹുവിൻ്റെ ഡിസിഷൻ അനുസരിച്ചായിട്ടിക്കറ്, അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചായിട്ടിക്കറ് എന്ന കേവലം വിശ്വാസം മാത്രം മതിയാകുമോ? ഒരിക്കലും മതിയാവില്ല. ആ വിശ്വാസം അത് അല്ലാഹുവല്ലാത്ത ഒരു വസ്തുവിനോ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഈ വിധിയിൽ ഒരു റോളുമില്ല, അത് അല്ലാഹുവിൽ നിന്ന് മാത്രമുള്ളതായിട്ടിക്കറ് എന്ന ആ വിശ്വാസം ഹൃദയത്തിൽ അടിയുറക്കുമ്പോൾ മാത്രമായിട്ടിക്കറ് ആ വിശ്വാസം ഈമാനികമാകരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിൽ അല്ലാഹു ചൊല്ലുന്നു, ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദാ, പ്രതി ഒരു വസ്തുവിനെയും നാം സൃഷ്ടിച്ചത് ഒരു വിധി നിയമത്തിന് അനുസരിച്ചായിട്ടിക്കറ്. മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല, ഓരോ വസ്തുവും ഷൈഇട്ട് ചെന്നെങ്കിൽ ഓരോ വസ്തുവും അല്ലാഹു തആല ഒരു നിർണയം, ഒരു വിധി നിയമത്തിന് അനുസരിച്ചായിട്ടിക്കറ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. വസ്തു കൊണ്ട് ചൊല്ലുമ്പോൾ അതിലെല്ലാം ബന്ത്, ജീവനുള്ള വസ്തുക്കളും ബന്ത്, ജീവനില്ലാത്ത വസ്തുക്കളും ബന്ത്, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ബന്ത്, ചരാചരങ്ങൾ, ചരങ്ങളും അചരങ്ങളും ബന്ത്. അപ്പം അല്ലാഹു തആല ചൊല്ലുന്നത് പ്രതി ഒരു വസ്തുവിനെയും നാം ഇവിടെ സൃഷ്ടിച്ചത് ഒരു വിധി നിയമത്തിന് അനുസരിച്ചായിട്ടിക്കറ് അല്ലാഹു തആല ചൊല്ലുന്നു. അപ്പം ഇവിടെ നാം മനസ്സിലാക്കണം, നമുക്ക് ഈ വിധി വിശ്വാസത്തെ ശരിക്കും മനസ്സിലാക്കി അതിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വിപത്തുകളും പ്രതിസന്ധികളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് കാത്തു സൂക്ഷിക്കണക്ക് സാധിക്കറോ ഇല്ലേ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് കായിട്ടിക്കർ അല്ലാഹു തആല ഇങ്ങനെ ഒരു വിധി വിശ്വാസത്തെ ഈമാൻ കാര്യങ്ങളിൽ ആറാമതായി അതിനെ ഒരു സെപ്പറേറ്റായി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്? അല്ലാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് ഈമാനിലെ ഒന്നാമത്തെ കാര്യമാണല്ലോ, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ചൊല്ലുന്നത്. പിന്നെ എന്തൊക്കെ ഇതിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അല്ലാഹു തആല ഈ വിധി വിശ്വാസം ഖൈറും ഷർറും എല്ലാം അല്ലാഹുവിൽ നിന്ന് മാത്രമുണ്ടാകുന്നതാണ് പ്രത്യേകമായി അല്ലാഹു അതിനെ നിശ്ചയിക്കണുള്ള കാരണം. അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദ്, ആ സൂറത്തുൽ ഹദീദിലെ 22-ാമത്തെ ആയത്തിൽ നാം ഒന്ന് കണ്ണോടിക്കണം. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. എന്തിനാ അല്ലാഹു തആല ചൊല്ലുന്നത്? മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും
ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഓ മനുഷ്യരെ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വല്ല വിപത്തോ മുസീബത്തോ സംകഷ്ടമോ നിങ്ങളെ ബാധിക്കുന്നെങ്കിൽ വലാഫി അംഫുസിക്കും, ഇനി വേണ്ട നിങ്ങളുടെ സ്വന്തം നിങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത്, എന്തെങ്കിലും ഒരു കലാമിറ്റിയോ ഒരു ഡിസാസ്റ്ററോ ഒരു വിപത്തോ നിങ്ങൾക്ക് സംഭവിക്കുന്നെങ്കിൽ ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അതിനെ സൃഷ്ടിക്കുന്നതിന് മുന്നോളു തന്നെ നാം അതിനെ രേഖപ്പെടുത്തി ദാഖലാക്കി വെച്ചിറാം, അതിനെ നാം രജിസ്റ്ററാക്കി വെച്ചിറാം. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അത് അല്ലാഹു തആലാക്ക് അങ്ങനെ ദാഖലാക്കി വെക്കണോ, അത് പ്രയാസമുള്ള കാര്യമല്ല. അത് വളരെ ഈസി ആയിട്ടിക്കരെ, വളരെ സുലഭമായിട്ടിക്കരെ കാര്യമാണ്. എല്ലാം റിക്കാർഡാക്കി വെച്ചിറാ അല്ലാഹു തആല ചൊല്ലുറു. അത് എന്തൊക്കെ അങ്ങനെ റിക്കാർഡാക്കി വെച്ചത്? രണ്ടാമത് അല്ലാഹു തആല ചൊല്ലുന്നത് ലികൈലാ തസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. ലികൈലാ തസൗ അലാ മാ ഫാതകും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങൾ കഷ്ടസങ്കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെടുമ്പോൾ, നിങ്ങളുടെ എല്ലാ സമ്പത്തുകളും നാശമടയുമ്പോൾ, അങ്ങനെ എല്ലാ നിലക്കും നിങ്ങളുടെ ശാരീരികമായി സാമ്പത്തികമായി എല്ലാം നിങ്ങൾ ദുരിതത്തിലകപ്പെടുമ്പോൾ നിങ്ങൾ ഖേദിക്കൊണുകു തീറാം. അതിനു വേണ്ടിയായിട്ട് കയറും. നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഖേദിക്കൊണുകു തീറാ. അതുകൊണ്ടാണ് ഇങ്ങനെ മുൻകൂട്ടി അതെല്ലാം രേഖപ്പെടുത്തി വെച്ചത്, അതെല്ലാം ദാഖലാക്കി വെച്ചത്. അതേമാതിരി വലാ തഫറഹു ബിമാ ആതാകും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ദയപാലിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ അഹങ്കാരപ്പെടാതിരിക്കണക്ക് വേണ്ടി മാത്രമായി ടിക്കറാം. എന്തെങ്കിലും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് അനുഗ്രഹമുണ്ടാകുമ്പോൾ, നിഅമത്തുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ജമ്പ കൊച്ചിരവസ്ഥ ഉണ്ടാകണു തീര, അഹങ്കാരമുണ്ടാകണു തീര, ഒന്ന് ഹിഗ്ഗണുകു തീര, ഹിഗ്ഗണുകും തീര, കുഗ്ഗണുകും തീര. ഇതിക്ക് വേണ്ടിയായിട്ടിക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് എല്ലാം ഞാനായിട്ടിക്കറത് രേഖപ്പെടുത്തി വെച്ചത് പിടിയത്തില്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ ഒരിക്കലും അത് സംഭവിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കണക്ക് തീരാ. കാരണം അത് അല്ലാഹു തആല കണക്കാക്കിയതായിട്ടിക്കറ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുഞ്ഞപ്പാരമോട് ഒരുപാട് ഉപദേശം കൊടുക്കറോ, ഒരുപാട് അഡ്വൈസ് കൊടുക്കറോ. തൻ്റെ ചിക്കപ്പയായിട്ടിക്കരെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുര മോണുകോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ചെറിയ ഇരിക്കുമ്പത്തു അല്ലാഹുവിൻ്റെ റസൂൽ നിന്നിട്ട് ഒരുപാട് അറിവുകൾ കേട്ട് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കൾക്കുള്ള നേതാവ് എന്ന സ്ഥാനപ്പേര് കിട്ടിയ ആളായിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഒരുപാട് ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ, ഒരുപാട് അഡ്വൈസ് കൊടുക്കുന്ന കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ വളരെ ഒത്തിച്ചൊന്ന ഒരു വിഷയമായിട്ടിക്കരുത്. ഏനെൻ്റെ കുഞ്ഞബ്ബയുടെ മകൻ അബ്ബാ ഇബ്നു അബ്ബാസേ അബ്ദുല്ലാ, നീ നല്ല പോലെ പഠിക്കറോ, മനസ്സിലാക്കറോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ള ചൊല്ലറ പളക്കമായിട്ടിക്കരുത്, നീ നല്ല പോലെ മനസ്സിലാക്കണം എൻ്റെ കുഞ്ഞബ്ബയുടെ മോനെ ഇബ്നു അബ്ബാസേ, അന്നമാ സാബക ലം യകുൻ ലിയുഖ്തിയക, നിന്റെ ജീവിതത്തിൽ നിക്ക് സംഭവിച്ചതായിരിക്കുന്ന കാര്യം, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കണക്ക് ഉള്ളത് തന്നെയാണ് സംഭവിച്ചത്. അത് സംഭവിക്കാതിരിക്കണോട്ട് നീ വിചാരിച്ചെങ്കിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കണക്ക് പോകുന്നില്ല. അത് സംഭവിക്കണക്ക് തന്നെയായിട്ടിരിക്കരുത്.
അന്നമാ സാബക ലം യകുൻ ലിയുഖ്തിയക. നിന്റെ ജീവിതത്തിൽ നിനക്ക് സംഭവിച്ചത് അത് സംഭവിക്കണുള്ളത് തന്നെയാണ്. ഒരിക്കലും അത് സംഭവിക്കാതിരിക്കണത് പോകുന്നില്ല. അതേമാതിരി വമാ അഖ്തക ലം യകുൻ ലിയുസീബക. നിക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇനി സംഭവിക്കണും പോകുന്നില്ല. ഇല്ലാണ്ടാകരുത്, ഉണ്ടാകാനും പോകുന്നില്ല. നിനക്ക് സംഭവിക്കാതെ നീ വല്ലതും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ സുഹൃത്തുക്കൾക്കെല്ലാം അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വിപത്ത്, ഒരു ആഫത്ത് നിന്റെ സുഹൃത്തുക്കൾക്ക്, നിന്റെ അടുത്ത ആസുപാസിലുള്ളവർക്കൊക്കെ സംഭവിച്ചു, നിനക്ക് സംഭവിച്ചില്ലാണ്ടായെങ്കിൽ അത് അർത്ഥമെന്തരെ? നിനക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയതായിട്ടിക്കരെ, സംരക്ഷണമായിട്ടിക്കറ്. നിനക്ക് സംഭവിക്കാതെ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയതായിട്ടിക്കറ്. അല്ലാഹു തആല നിന്നെ രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രമായിട്ടിക്കറ് അങ്ങനെ ഉണ്ടായത്. ചിലപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ, അത്ഭുതകരമായ നിലക്ക് അവൻ രക്ഷപ്പെട്ടു, അത്ഭുതകരമായ നിലക്ക് ഞാൻ രക്ഷപ്പെട്ടു. എന്ത് അത്ഭുതമാണ്! അള്ളാഹു രക്ഷപ്പെടുത്തിയതാണ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ഹിഫ്ളായിട്ടിക്കറ്, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രൊട്ടക്ഷനായിട്ടിക്കറ്. അള്ളാഹു അത്യുത്തമനായിട്ടിക്കറ്, രക്ഷകനാണ്. അതേപോലെ തന്നെ എല്ലാവരെക്കാളും ഏറ്റവും അധികം കരുണാളുവായിട്ടിക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തിനെ കണക്കാക്കിയോ അത് നമുക്ക് എത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട. അള്ളാഹു കണക്കാക്കത്തതോ അത് നമുക്ക് എത്തൂല, ഉറപ്പാണ്. അല്ലാഹു തആല കണക്കാക്കിയത് എത്തിയിരിക്കും, നമുക്ക് കണക്കാക്കിയത് നമുക്ക് എത്തിയിരിക്കും. മറ്റുള്ളവർക്ക് അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്കും എത്തിയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങളുടെ റിസ്കിനെ തേടുന്ന വിഷയത്തിൽ ഒരാൾ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് നല്ല ഉഷാറാകുന്നു, അപ്പോഴേക്കും അയാൾ അടുത്ത് വേറെ ഒരാൾ ഷോപ്പ് തുടങ്ങിയിട്ട് വിചാരിക്കോറും. അതിൽ ബേജാറാവേണ്ട ആവശ്യമില്ല. നീ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, നിന്റെ അടുത്ത് വേറെ ഒരാൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ, നീ ഒരു ഗ്രോസറിയുടെ ഷോപ്പ് തുടങ്ങി, അതിൻ്റെ അടുത്ത് വേറെ ഒരാൾ തുടങ്ങിയിട്ട് വിചാരിക്കോറും. നീ ഒരു ഗുജരിയുടെ അങ്ങടി തുടങ്ങി, അതിൻ്റെ അടുത്ത് വേറെ ഒരാളൊരു ഗുജരിയുടെ അങ്ങടി തുടങ്ങി, നീ അതിൽ ബേജാറാക്കേണ്ട ആവശ്യമില്ല. നിനക്ക് അല്ലാഹു തആല കണക്കാക്കിയത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അയാൾക്ക് കണക്കാക്കിയത് അയാൾക്ക് ലഭിക്കും. ഇതുകൊണ്ടാണല്ലോ 5 നേരത്തെ നിസ്കാരത്തിന് പിന്നെ നാം എപ്പോഴും ചൊല്ലരുത് അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ടിയത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅതൈത, നീ തന്നതിരെ തടയണു ഇവിടെ ആർക്കും സാധ്യമല്ല. നീ ബേജാറായി, നീ ഹസദ് വെച്ച്, നീ അങ്ങനെ വേറെ എന്തെല്ലാം ശൈത്താനിയായ മാർഗത്തിൽ സിഹറും മാട്ടവും അങ്ങനെ നീ പോയാലോ, നിനക്ക് എന്തെങ്കിലും അള്ളാഹു കണക്കാക്കിയതിന് നിനക്ക് അതിനെ തടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കൂല. അല്ലാഹു തആല നിനക്ക് തരാണ് ഉദ്ദേശിച്ചതിനെ തടയണുകാർക്കും സാധിക്കൂല. വലാ മുഅതിയ ലിമാ മനഅത വലാ മുഅതിയ ലിമാ മനഅത. ഓ അല്ലാഹ്, നീ തടഞ്ഞതിരെ തരണുകും ആർക്കും സാധിക്കൂല. നീ തടഞ്ഞു വെച്ചതിരെ നീ എത്ര ആളുടെ പടിവാതിൽക്കൽ നീ പോയാലും നിനക്ക് കിട്ടൂല. കാരണം അല്ലാഹു തടഞ്ഞു വെച്ചതായിട്ടിക്കറേ. വലാ റാദ്ദ ലിമാ ഖളൈത. അതേപോലെ തന്നെ നീ വിധിച്ചതിരെ നിന്റെ ഖളാഇനെ തടുക്കണക്കും ഇവിടെ ആർക്കും സാധ്യമല്ല എന്ന് ഓരോരുത്തരും അവരവരുടെ നിസ്കാരത്തിന് പിന്നെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറ്, ചൊല്ലുറാറ്. ഇത് ഖദർ ഖളാ, ഇത് അടിയുറച്ച വിശ്വാസമായിരിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി ഈ ഖദറിൽ വിശ്വസിക്കരുതായിട്ടിരിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്, അത്തരത്തിലുള്ള മുഅ്മിനിന്റെ കാര്യത്തിൽ നിനക്ക് അത്ഭുതം തോന്നുന്നു. അവനക്ക് വല്ല അനുഗ്രഹം, അവനക്ക് വല്ല സന്തോഷകരമായത് അവനെ ബാധിക്കുമ്പോഴത്തോ അവൻ അഹങ്കരിക്കുന്നില്ല, അവൻ നന്ദിയുള്ളവനായിത്തീരുന്നു. ഇനി അവനക്ക് വല്ല വിപത്തും അവൻ്റെ ജീവിതത്തിൽ ബാധിക്കുമ്പോൾ
അവൻ്റെ മനസ്സിനെയോ അല്ലാഹുവിനെയോ അവൻ ആക്ഷേപിക്കുന്നില്ല, അവൻ ക്ഷമിക്കുന്നു, അവൻ സബൂർ ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് വിധിയിലുള്ള വിശ്വാസം. ഈ വിശ്വാസം അത് ഹൃദയത്തിൽ അടിയുറച്ചു നിൽക്കണം. ഈ വിശ്വാസം ഒരാളുടെ മനസ്സിൽ അത് അങ്കുരിപ്പിക്കപ്പെട്ടാൽ, അടിയുറച്ചാൽ, പിന്നീട് അവൻ്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ എന്തേ നഖങ്ങനെയുണ്ടായി, എന്തേ ഞാൻ ദരിദ്രനായി, അല്ലെങ്കിൽ എന്തേ ഞാൻ ആരോഗ്യമില്ലാത്തവനായി എന്നിങ്ങനെ അവൻ പ്രയാസപ്പെടുന്ന ഒരു പ്രശ്നമുണ്ടാകുന്നില്ല. കാരണം എല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനം, അവൻ്റെ യുക്തിയാണ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പാരായണം ചെയ്യരുത്. ഒരു അധ്യായമുണ്ടല്ലോ, സൂറത്തുൽ കഹ്ഫ് എന്ന് ചൊല്ലരുത്. ആ സൂറത്തുൽ കഹ്ഫിൽ ഒരു 3 സംഭവങ്ങൾ അല്ലാഹു തആല നമുക്ക് ചൊല്ലുന്നുണ്ട്. വിടയത്തിൽ വളരെയേറെ പാഠദായകമായിട്ടിരിക്കുന്ന സംഭവമാണ്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച 2 ഓതണം. പകൽ സമയം കിട്ടിയില്ല, രാത്രി ഓതണം. അത് അർത്ഥം മനസ്സിലാക്കണം. അതിൽ ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊന്നു തണ്ടത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഖിളിർ എന്ന ആളുടെയും സംഭവമായിട്ട് ചെന്നെങ്കിൽ ഖിളിറിണ്ട് ചൊന്നത് ഖുർആനിൽ ആ പേര് വന്നിട്ടില്ല. അത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള പേരാണ് ഖിളിർ. മൂസാ നബി അലൈഹി ഇസ്ലാം ഖിളിർ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അല്ലാഹു തആല വഹിയിലൂടെ അറിയിക്കുന്ന ഒരു കാര്യമാണ്, മൂസ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് പോയി നിങ്ങൾ പഠിക്കണം. ഇന്ന ആൾ ഖിളിർ അബ്ദൻ മിൻ ഇബാദിന എന്ന് ഖുർആനിൽ കാണാം. ഖിളിർ എന്ന പേര് അത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ആരാണ് ഖിളിർ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഖിളിർ എന്ന് വെച്ചാൽ ആരാണ് എന്നതിൽ അഭിപ്രായമുണ്ട്. പ്രവാചകനാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇനി അതല്ല, മനുഷ്യരല്ലാത്ത മലക്ക് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. അതാണ് കൂടുതൽ കരണീയമായി തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അവിടെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ആളുടെ അടുക്കൽ, അതായത് ഖിളിർ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അടുക്കൽ, ആ മനുഷ്യനല്ലാത്ത ആളോ അയാളടുക്കലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പോവുക, അയാളെ കണ്ടുമുട്ടൊരു സംഭവമാണ്. ആയത്തെല്ലാം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിശദീകരിക്കുന്ന സമയമില്ല ആയത്തോതിയിട്ട്. കാരണം അത് വളരെ സുദീർഘമാണ്, വളരെ സംക്ഷിപ്തമായിട്ടാണ് ഞാനത് വിശദീകരിക്കുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അയാളിട്ട് പോയിട്ട് മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലുറു. സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് പിടിയാവും. ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദാ. അയാളെ കണ്ടുമുട്ടിയിട്ട് പിടിയത്തല്ലേ. മനുഷ്യരൂപത്തിൽ അല്ലാഹുവിൻ്റെ മാലാക്കന്മാർ പ്രത്യക്ഷപ്പെടുന്നത് സ്വാഭാവികമാണ്, ഖുർആനിൽ തന്നെ ഉണ്ട്. ഒരു മനുഷ്യരൂപത്തിലാണ് ഖിളിർ പ്രത്യക്ഷപ്പെട്ടത്. പിടിയത്തല്ലേ. മലക്കുകളൊക്കെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലൊക്കെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലക്കുകൾ മനുഷ്യരൂപത്തിൽ. അങ്ങനെ മനുഷ്യരൂപത്തിലുള്ള ഖിളിറിനെ കണ്ടിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ചൊല്ലുറു, നക്ക് നിങ്ങളെ ഫോളോ ആക്കട്ടെ, നക്ക് നിങ്ങളെ ഫോളോ ആക്കണം. നിങ്ങളടുക്കൽ നിന്നിട്ട് കുറേ കാര്യങ്ങൾ നിനക്ക് പഠിക്കൊണ്ട് നിങ്ങൾക്ക് അത് ടീച്ചാക്കി തരണം, പഠിപ്പാട്ടി തരണം. നിങ്ങൾക്ക് അല്ലാഹു നൽകിയതായിരിക്കും ആ സന്മാർഗ ജ്ഞാനം നക്ക് നിങ്ങളെ നക്ക് പഠിപ്പാട്ടിനൊക്കെ വേണ്ടി ഞാൻ നിങ്ങളെ ഫോളോ ആക്കട്ടെ എന്ന് കേൾക്കരുത്. അപ്പോൾ അത് അയാൾ ചൊല്ലുറു, നിങ്ങൾക്ക് എൻ്റെ ഒറ്റയ്ക്ക് സബൂറാക്കണക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് പിടിയില്ലാത്ത, നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ടിക്കരെ അറിവില്ലാത്ത ചില വിഷയം എൻ്റെ മുട്ട നിങ്ങൾ കാണുവാറ്. അപ്പോൾ നിങ്ങൾക്കതിൽ സഹനെ താഴ്മേ സബൂർ നിൽക്ക് വരല നിങ്ങൾക്ക്. അപ്പോൾ മൂസാ അലൈഹിസ്സലാം അയാളുടെ ചൊല്ലുറു, സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ വലാ അസീ ലക അംറാ. ഇൻഷാ അല്ലാഹ് പാട്ടിയെങ്കിൽ ഞാൻ നല്ല സബൂറുള്ളവനായിട്ട് നിങ്ങൾക്ക് തന്നെ കാണുക സാധിക്കും. നിങ്ങളെ ഒരു കൽപ്പനയും നിങ്ങളുടെ ഒരു ആജ്ഞയും ഞാനിതാ നിരാകരിക്കൊണു പോകുന്നില്ല, ഞാൻ ധിക്കരിക്കൊണു പോകുന്നില്ല. അപ്പോൾ ഖിളിർ ചൊന്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ആക്കുന്നെങ്കിൽ
ഞാൻ എന്നിൽ നിന്നിട്ട് നിങ്ങൾ കണ്ടതായ കാര്യം നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യനാക്കൊണ്ടു തീരാ, നിങ്ങൾ പ്രശ്നയാക്ക എന്നിട്ട് ഒന്നും പ്രശ്നിക്കൊണ്ടു തീരാ. ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആയിട്ട് തരുവേ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം വിവരിച്ച് അതിൻ്റെ മാഹിതി, അതിൻ്റെ വാസ്തവികത ഞാൻ നിങ്ങൾക്ക് ചൊന്നു തരുന്നത് വരെ നിങ്ങൾ നന്നിട്ട് പ്രശ്നമാക്കണക്ക് തീരാം. അങ്ങനെ ഒരു കരാറുമായിട്ട് മൂസായും അതേപോലെ ഖിളുറും രണ്ടാളും പോരാറ്. പോയിട്ട് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളൊക്കെ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ടാകും, പക്ഷെ അതിൽ കിട്ടുന്ന പാഠം നാം മനസ്സിലാക്കണം. ഒരു കപ്പൽ കയറാറ്, ഒരു ഷിപ്പ് അങ്ങ് പത്തരാറ്. അങ്ങനെ ഷിപ്പ് പത്തിയപ്പോൾ എന്തുണ്ടായി? ആ ഖിളുറിൻ്റെ ചൊല്ലൊരാള് അതിനെ ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ട്, അത് ഒരു പോറൽ, ഒരു ഒട്ടയുണ്ടാക്കിയിട്ട്. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം അയാളുടെ കേക്കറ്, ഇതെന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? ഇതൊരു ഘോരമായ കൃത്യമാണല്ലോ നിങ്ങൾ ചെയ്തത്. ആളുമാരെല്ലാം മുങ്ങിപ്പോവില്ല ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ അയാൾ ചൊല്ലു, ഞാനല്ലേ ചൊന്നത്, നന്നിട്ട് പ്രശ്നമാക്കൊണ്ട് കുത്തിയരാണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഓർത്ത് പോയി, മറന്നു പോയതാണ് ഞാൻ, നിനക്ക് മറന്നുപോയി, നിങ്ങൾ മാപ്പാക്കണം എന്ന് എൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവൂല. ശരി, മാപ്പ് കൊടുത്തു, ഒരിക്കൽ എക്സ്ക്യൂസ് കൊടുത്തു ഖിളർ. അങ്ങനെ യാത്ര പുറപ്പെടാറ്. അങ്ങനെ യാത്ര പുറപ്പെട്ടിട്ട് കുറേ അപ്പുറം എത്തുമ്പോൾ തഥാ കുറേ കളിക്കര, കുറേ ചെറുപ്പക്കാർ, കുറേ ചെറിയ ചെറിയ ബാലന്മാർ, അതിൽ ഒരാളെ പിടിച്ചിട്ട് ഈ ഖിളർ കൊല്ലുറു. മൂസാ നബി അലൈഹി ഇസ്ലാം കേട്ടിട്ട്, ഇതെന്ത് പണിയാ നിങ്ങൾ ചെയ്യരുത്? ഒരു നിരപരാധിയായിട്ടിക്കരെ, ഒരു ഇന്നോസെൻ്റ് ആയിട്ടിക്കരെ, ഒരു നല്ല മനസ്സിനെ, പ്യൂറായ ഒരു മനസ്സിനെ ഉടമയായിട്ടിക്കരെ ഒരു ബാലനെ നിങ്ങൾ ഒരു കാരണവുമില്ലാണ്ട് നിങ്ങൾ കൊന്നു കളഞ്ഞാറല്ലേ? ഇത് മഹാപാപമല്ലേ, നിഷിദ്ധമല്ലേ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം അയാളുടെ കേക്കറ്. അപ്പോൾ അയാൾ ചൊല്ലു, നോക്കറു, നിങ്ങൾ രണ്ടാമത് നിങ്ങൾ തപ്പാക്കിയാറ്, കരാറ് നിങ്ങൾ ലംഘിച്ചാറ്. ഞാൻ ഫസ്റ്റിಗೆ നിങ്ങളുടെ ചൊന്നേ, നമ്മളിട്ടുള്ള കരാർ എന്തിനാണ്ട് ചൊന്നെങ്കിൽ എൻ്റെ മുട്ട എന്തെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നമാക്കണക്ക് തീരാ എന്നാണ്. പക്ഷേ നിങ്ങൾ എന്നിട്ട് കേട്ടാറ്, ക്വസ്റ്റ്യൻ ആക്കിയാറ്. അപ്പം മൂസാ നബി അലൈഹി ഇസ്ലാം ചൊന്നു, ശരി, മാപ്പാക്കണം. ഇനി നിൻ്റെ ഭാഗത്ത് നിന്ന് വന്നെങ്കിൽ ശരി, അത് നിങ്ങൾക്ക് നല്ല തക്കതായ കാരണമാണ്, തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഒരിക്കൽ കൂടി നിങ്ങൾ അവസരം തരണോട്ടും. അങ്ങനെ എന്താക്കാറ്? പിന്നീട് ഒരു ഗ്രാമത്തേക്ക് രണ്ടാളും പോവാറ്, മൂസയും ഖിളുറും. ഗ്രാമത്തേക്ക് എത്തുമ്പോഴോ അങ്ങക്ക് വല്ലാത്ത ടയേർഡായിട്ട്, വല്ലാത്ത ടയേർഡ്, പൈക്കറ്. അങ്ങനെ പോയി ഒരു ഔത്തിലൊക്കെ പോയിട്ട് അങ്ങ് ഫുഡ് കേൾക്കാറ്. ഫുഡ് കേൾക്കുമ്പോൾ, ഊട്ട കേൾക്കുമ്പോൾ ആരും കൊടുക്കണോ തയ്യാറില്ല, ആരും തയ്യാറില്ല. അത്രക്കും കരുണയില്ലാത്ത ഒരു റായ ഒരു ഗ്രാമമായിട്ട്. അങ്ങനെ അങ്ങ് മടങ്ങി വരുമ്പോൾ അവിടെ ഒരു വാൾ, ഒരു ഗോഡ കണ്ട്, ആ ഗോഡ ഇങ്ങനെ ബിയോണുകോ കൊലാപ്സ് ആവണോ ഇങ്ങനെ ആയിട്ട് സിദ്ധമായ സന്ദർഭത്തിൽ മഹാനായ ഖിളർ എന്തിനു ചെയ്യൊരു ആ ഗോഡരെല്ലാം തന്നെ നല്ല പോലെ ഉറപ്പിച്ച്, നല്ല പോലെ അതിനെ നല്ല നിലക്ക് അതിനെ നിർത്തിയ അദ്ദേഹം, അതിനെല്ലാം ശരിപ്പെടുത്തൊരു ഖിളറും. അപ്പം മൂസാ നബി അലൈഹി ഇസ്ലാം ക്വസ്റ്റ്യനാക്കറ്, നോക്കറു, ഈ റായത്തം കൊണ്ട് ചെന്നെങ്കിൽ പൈച്ചിട്ട് ഊട്ട കേൾക്കുമ്പത്തു, ആഹാരം കേൾക്കുമ്പത്തു തരണുക തയ്യാറില്ലാത്ത ഈ റായക്കാർക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു പണിയെടുക്കരുത്? ഇതൊക്കെ നിങ്ങൾക്ക് മജൂരി വാങ്ങാമായിരുന്നില്ലേ? ഇതൊക്കെ എന്തെങ്കിലും പേയ്മെൻറ്റ് നിങ്ങൾക്ക് വാങ്ങാമായിരുന്നില്ലേ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം അയാളുടെ ക്വസ്റ്റ്യനാക്കുക. അപ്പം അയാൾ ചൊല്ലു, ശരി, നമ്മളത് അവസാനിച്ച്, ഇനി നിങ്ങൾക്ക് എൻ്റെ കൂടെ സഹവസിക്കണക്ക് യാതൊരു അവകാശവുമില്ല. പക്ഷേ നിങ്ങൾ പോവുന്ന മുന്നോട്ട് എന്തിനെ ഇപ്പോൾ ഉണ്ടായത്, അതിൻ്റെ വാസ്തവികത്തെ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ നിങ്ങൾക്ക് ചൊന്നു തണ്ടേ എന്ന് പറഞ്ഞും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചൊന്നു കൊടുക്കരുത്. അദ്ദേഹം ചൊല്ലു, ഖിളറും, നോക്കറു, ഞാൻ ഫസ്റ്റ് ചെയ്തതായിട്ട് ഇക്കരെ കപ്പലിന് ഒട്ടയുണ്ടാക്കണുള്ള കാരണം എന്തിനെ, അല്ലെങ്കിൽ കപ്പലുകൾ ഡാമേജ് ഉണ്ടാക്കണുള്ള കാരണം എന്തിനായിട്ട് ചെന്നെങ്കിൽ, ആ കപ്പലുണ്ട് ചെന്നെങ്കിൽ അത് സമുദ്രത്തിൽ പണിയെടുക്കുന്നതായിട്ട് ഇക്കരെ, സമുദ്രത്തിൽ വർക്കാക്കരെ പാവങ്ങളുടെ നിർഗതികന്മാരുടെ ഷിപ്പായിട്ടിന്ത്, കപ്പലായിട്ടിന്ത്, അത് ബടവരുടെ കപ്പലായിട്ടിന്ത്. ആ കപ്പൽ കുറേ അപ്പുറം എത്തുമ്പോൾ അത് വേറെ ഒരു അറസൻ ആഡളിത്ത നടത്തരെ ആ പ്രദേശത്തേക്ക് അത് എത്തറ്. ആ അറസോണ്ട് ചെന്നെങ്കിൽ ഏത് നല്ല കപ്പൽ കണ്ടാലും ആ കപ്പലിനെ ബൈ ഫോഴ്സ് ആയിട്ട് അതിനെ സീസാക്കുന്ന ഒരാളായിട്ടുന്ന അറസ. അതുകൊണ്ട് ഈ കപ്പലിനെ സീസാക്കാതിരിക്കണക്ക് വേണ്ടി ഈ കപ്പലിന് ഞാൻ ചെറിയ ഒരു ഡാമേജ് ഉണ്ടാക്കിയത് എന്ന് ചൊന്നു കൊടുത്തു. രണ്ടാമത് ഞാൻ ആ ചെറിയ ബാലനെ കൊലപ്പെടുത്തിയത് അതിൻ്റെ അതിൻ്റെ അബ്ബ, അതേപോലെ അതിൻ്റെ ഉമ്മ, അതിൻ്റെ മാതാപിതാക്കന്മാർ
അങ്ങോ മുഅ്മിനുകളായ ആളുമാറായിട്ടിന്നാറ്, സത്യവിശ്വാസികളായ ആളുമാറായിട്ടിന്നാറ്. ഈ ബാലൻ അവണോ വലുതായിട്ട് ആ അബ്ബരെയും ഉമ്മരെയും എല്ലാം തന്നെ ആക്രമിക്കുകയും അങ്ങനെ ആ അബ്ബയും ഉമ്മയും അവസാനം സത്യനിഷേധിയായി കാഫിറായി മാറണുള്ള സാധ്യതയുണ്ട് എന്ന കാരണത്തിനായിട്ടിക്കറ ആ കുഞ്ഞിയെ ഞാൻ കൊലപ്പെടുത്തിയത് ഉണ്ട് ഹിളർ ചൊല്ലുറോ. മൂന്നാമത് ഗോഡയുടെ കാര്യം, അത് അനാഥരായിട്ടിക്കരെ അവിടെയുള്ള യതീംകളായ ബാലക്കന്മാർ അവർക്ക് അവകാശപ്പെട്ടതായിട്ട് അതിൻ്റെ അടിഭാഗത്തിൽ ഒരു ട്രഷർ, ഒരു നിധി അബ്ബ മരിക്കുമ്പോഴത്തോ ആ യതീമുകളായ കുട്ടികൾക്ക് അബ്ബ ആ മണ്ണിരെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച ഒരു നിധി. ആ അബ്ബ സാലിഹായ സാത്വികനായിട്ടിക്കരെ, ഒരു സജ്ജനനായിട്ടിക്കരെ, ഒരു മനുഷ്യനായിട്ടിന്ന. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ ഉദ്ദേശിച്ചിട്ട് ആ ചെറിയ ആ യതീമുകളായ മക്കോ അങ്ങളുടെ ആ മെച്യൂരിറ്റി പ്രായത്തിക്ക് ആ പ്രൗഢാവസ്ഥയിലേക്ക് എത്തിയിട്ട് ആ നിധി ആ യതീമുകൾ തന്നെ എടുക്കണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ട്. അതുകൊണ്ട് ആ ഗോഡെ ഇപ്പോൾ വീണാൽ അവിടെയുള്ള റായക്കാർ ആ ഗോഡ ശരിയാക്കും, അവർക്കത് കിട്ടണ സാധ്യതയുണ്ട്. ആ ട്രഷർ അതങ്ങൾക്ക് കിട്ടാതെ അതിലെ ശരിയായ അവകാശികളായിട്ടിക്കരെ ആ യതീമുകൾക്ക് കിട്ടണോട്ടോ അള്ളാഹുവിൻ്റെ ഉദ്ദേശമായിട്ടിന്ത്. എന്നിട്ട് അദ്ദേഹം അവിടെ ചൊല്ലപ്പോഴൊക്കെ സൂറത്തുൽ കഹ്ഫിൽ കാണാം, വമാ ഫഅൽതുഹു അൻ അംരി വമാ ഫഅൽതുഹു അൻ അംരി ദാലിക തഅവീലു മാ ലം തസ്തതി അലൈഹി സബ്റാ. നിങ്ങൾ ഏതൊരു വിഷയത്തിൽ നിങ്ങൾക്ക് സബറാക്കാൻ കഴിയാത്ത ആ വിഷയത്തിൻ്റെ വാസ്തവികത്തെ, അതിൻ്റെ യാഥാർത്ഥ്യം ഇതായിട്ടിക്കറിട്ട് ആ ഖിളർ മൂസാ നബി അലൈഹി ഇസ്ലാമിനിട്ട് ചൊന്നു കൊടുക്കുന്ന സംഭവം. ഇങ്ങനെ മൂസാ ഖിളർ സംഭവം അത് ഈ വിധി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടിക്കറ് ചൊന്നെങ്കിൽ എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ആ ഖിളറിട്ട് ചൊന്നെങ്കിൽ ആരാണ്ട് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. ഒരു മനുഷ്യനുക്ക് അങ്ങനെ ചെയ്യാനൊക്കെ സാധ്യമല്ല. ഒരു ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചെയ്തത്. ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്ത ആദ്യത്തെ 2 പ്രവൃത്തിയും പാടില്ലാത്ത കാര്യമാണ്. ഒരാൾക്ക് അവകാശപ്പെട്ട ഒരാളുടെ ഓണർഷിപ്പിലുള്ളതായിരിക്കുന്ന ഒരു കപ്പലിനെ അങ്ങനെ ഡാമേജ് വരുത്തുള്ളൂ പാടില്ല ശരീഅത്തിൽ. അതേപോലെ ഒരു ബാലനെ കൊല്ലണക്ക് ശരീഅത്തിൽ പാടില്ല. മനുഷ്യാരംഭം മുതൽ ഉള്ള ശരീഅത്തിൽ അത് ഹറാമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് ചെയ്തത് ആരായിട്ടിക്കരെ? മനുഷ്യനല്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കരെ മലക്കിലൂടെയാണ്. മലക്കുകൾക്ക് പ്രശ്നമല്ല. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിக்கிறങ്ങോ. ബൽ ഇബാദും മുക്റമൂൻ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ വഹും ബിഅംരിഹി യഅമലൂൻ. അള്ളാഹുക്കെതിരായിട്ട് ഒരു പളക്കം പോലും ഓരോ ഭാഗത്തുണ്ടാവില്ല. അള്ളാഹ് കൽപ്പിച്ചതുപോലെ ചെയ്യുന്നവർ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അങ്ങനെ ആ ഖിളറിനെ മുട്ട അയച്ചതിൻ്റെ ഉദ്ദേശം ചൊന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ തിളിവളിക്കൊക്കെ അപ്പുറമുള്ള ഒരുപാട് യുക്തികളെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്, അടക്കമായിട്ടുണ്ട് എന്ന് അതിൻ്റെ ആ മറ നീക്കി ആ അറിവുകളെ എല്ലാ കാര്യം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പഠിപ്പാട്ടുകൾക്ക് വേണ്ടിയായിട്ടിക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഖിളറിനൊട്ടിക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന യുക്തികളെ പറ്റി നമുക്കൊന്നും മനസ്സിലാക്കണം സാധ്യമല്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ യുക്തി, അവൻ്റെ ഡിസിഷൻ, അവൻ്റെ തീരുമാനം അത് നമുക്കാർക്കും കൃത്യമായ നിലക്ക് മനസ്സിലാക്കണമെങ്കിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം, ആ ഖദറിലുള്ള വിധിയിലുള്ള വിശ്വാസം അടിയുറച്ച വിശ്വാസമായിരിക്കണം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവൻ ഖൈറായിരിക്കുമെന്നായിരിക്കണം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിലക്ക് ചൊന്നത്, ഒരു മുഅ്മിൻ്റെ കാര്യം അത്ഭുതമാണ്. അവനക്ക് സന്തോഷകരമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ അവൻ ശുക്ർ ചെയ്യുന്നു, അവനക്ക് പ്രയാസകരമായ കാര്യമുണ്ടാകുമ്പോൾ സബൂർ ചെയ്യുന്നു. ഇതായിരിക്കണം ഒരു സത്യവിശ്വാസിക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധി വിലക്കുകൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി അതിൽ അടിയുറച്ച വിശ്വാസം നമുക്കോർത്തും പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും أستغفره عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين
نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖദർ ഖലായിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ ഖദർ ഖലാഇനെ തടുക്കണുക മാത്രം ശക്തമായ ഒരായുധം അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ടത്. അതെന്താണ്? ദുആയാണ്, പ്രാർത്ഥനയാണ്. ആരോടുള്ള പ്രാർത്ഥന? അള്ളാഹുവോടുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടത് ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ് ദുആ. അല്ലാഹു തആലാക്ക് ഏറ്റവും ആദരവോടെ അല്ലാഹു സ്വീകരിക്കുന്ന അമല് ദുആയെ പോലെ വേറെയില്ല എന്ന്. ദുആയുടെ പവർ അല്ലാഹുവിന്റെ ഖലാഇനെ തന്നെ നീക്കാൻ മാത്രം ശക്തമായ ആയുധമാണ്. അത് അല്ലാഹുവിന്റെ ഖലാഇന്റെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. കാരണം അതും അല്ലാഹുവിന്റെ ഖലയാണ്. അല്ലാഹു തആല ഖലാഅ് ചില ഖലാഅുകളൊക്കെ അല്ലാഹുവിനത് എൻ്റെ അടിമ ഇന്ന ആഫത്തുകൾ മുസീബത്തുകൾ വരുമ്പോൾ അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിനെ നീക്കിക്കൊടുക്കും എന്നതും അത് അല്ലാഹുവിൻ്റെ ഒരു ഖലാഅയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ലാ യറുദ്ദുൽ ഖലാ ദുആക്ക് മാത്രമാണ് ഖലാഇനെ തട്ടണകോ ദൂരീകരിക്കണകോ സാധിക്കുക. അങ്ങനെ ചില ഖലാഉകൾ അല്ലാഹു നിശ്ചയിക്കരുത്. എങ്ങനെയാണ് ചെന്നെങ്കിൽ എൻ്റെ അടിമയ്ക്ക് ഞാൻ ഇങ്ങനെ വിപത്ത് കൊടുക്കുമ്പോൾ അവൻ്റെ നിലപാട് എങ്ങനെ, അവൻ എന്നിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ആരുടെ മുട്ടം പോകുന്നുണ്ടോ, എന്നോടാണ് അവൻ അഭയം പ്രാപിക്കരുതെങ്കിൽ, എന്നിലേക്കാണ് അവൻ ആശ്രയപ്പെടരുതെങ്കിൽ അവനക്ക് ഞാൻ എന്താക്കും, അതിനെ ആ വിപത്തിനെ ഞാൻ ദൂരീകരിക്കും എന്നതും അതും അല്ലാഹുവിൻ്റെ ഒരു ഖലാഇന്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രാർത്ഥന അത് നിരന്തരമായ നിലക്ക് നമ്മുടെ ഭാഗത്തുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടുന്നതാണ് ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ. ഏത് സന്ദർഭത്തിലും ഒരു സത്യവിശ്വാസി അല്ലാഹുവിലേക്കായിരിക്കണം തിരിയേണ്ടത്, അല്ലാഹുവിനെ ആയിരിക്കണം ആശ്രയിക്കേണ്ടത്, അല്ലാഹുവിനോടായിരിക്കണം അഭയം പ്രാർത്ഥിക്കേണ്ടത്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഒരു സത്യവിശ്വാസി എപ്പോഴും അല്ലാഹുവിലായിരിക്കണം ബരമേൽപ്പിക്കേണ്ടത്. വേറെ ഒരു സൃഷ്ടികളുടെ അടുക്കലേക്കും അവൻ ആശ്രയപ്പെട്ടാൽ, അവൻ അഭയം പ്രാപിച്ചാൽ അവൻ്റെ സമയം നഷ്ടപ്പെട്ടു, അവൻ്റെ പണം നഷ്ടപ്പെട്ടു, അവൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു. ഇതാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാവുന്ന എല്ലാവിധ വിപത്തുകളിൽ നിന്ന്, എല്ലാവിധ ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടസങ്കഷ്ടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താനുള്ളത്. നാളെ നമ്മുടെ സാധാരണ ഇവിടെ ഉണ്ടാകാറുള്ള ക്ലാസ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടില്ല. നാളെ ഇൻഷാ അല്ലാഹ് പിന്നെ ശനിയാഴ്ചത്തെ പെണ്ണുങ്ങൾക്കുള്ള ക്ലാസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എല്ലാ സഹോദരിമാർ ആ ക്ലാസ്സിൽ ഭാഗഭാക്കാകണം. പിന്നീട് ഇന്നത്തെ കലക്ഷൻ പള്ളിക്കായിട്ടിക്കറി എല്ലാവരും അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിക്ക് ഇതിൻ്റെ ആ നല്ല നിലക്കുള്ള നടത്തിപ്പിക്ക് വേണ്ടായിട്ട് ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യാനുണ്ട്, പ്രത്യേകമായിട്ട് കേട്ടുകൊള്ളരെ. പിന്നെ നാളെ നമ്മുടെ SKSM യൂത്ത് വിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പ് അങ്ങ് നടത്താറ്, റിവൈവ് ക്യാമ്പ് ചൊന്തു. അപ്പോൾ അത് വലിയ പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക്, യങ്സ്റ്റേഴ്സ്ക്ക്, യൂത്തുക്ക് അത് വലിയ ഗുണകരമാകും. പ്രത്യേകിച്ചും കോളേജിൽ പഠിക്കുന്ന മക്കൾക്കെല്ലാം 15 വയസ്സിന് മേലിലുള്ള. അപ്പോൾ അതെല്ലാം ഉദ്ദേശിച്ചിട്ടായിരിക്കരുത്. 2-3-4 ദിവസം കോളേജും സ്കൂളൊക്കെ ലീവാണ്. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കരുത് നമ്മുടെ ഈ യൂത്ത് വിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പ് ഇവിടെ ഇന്നോളി എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തരുത്. അതൊക്കെ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. തീരോണ് കൈക്കൊണ്ട് വന്ന് വേഗം എല്ലാവരും അതൊക്കെ പിന്നെ പ്രത്യേകിച്ചും യുവാക്കൾ ആ ക്യാമ്പിൽ ഭാഗഭാക്കാകണം എന്ന് പ്രത്യേകമായി അറിയിക്കരെ. പിന്നീട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി 1-2 ആളുകൾ ആവശ്യപ്പെട്ടൊരു ഒരാൾ, അയാളുടെ സഹോദരി പെങ്ങൾ
ഞാനിപ്പോൾ ഈ ആശുപത്രിയിൽ ICUവിലാണുള്ളത്. വളരെ ക്രിട്ടിക്കലായിട്ടിക്കൊരവസ്ഥയിലാണുള്ളത്. വേറെ ഒരാൾ അയാളെ അബ്ബാകും ഉമ്മാകും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗങ്ങൾ, ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ICUവിൽ കിടക്കുന്ന ആ സഹോദരി എത്രയും വേഗത്തിൽ ICUവിൽ നിന്നിട്ട് പൂർണ്ണമായ സുഖത്തോടെ ആഫിയത്തോടെ തൻ്റെ വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിയെത്തുകയോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.